നമസ്കാരം. ഇന്ന് യുദ്ധം മൂന്നാമത്തെ ദിവസം തന്നെ പറയാം. 2.5 ദിവസമായി. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് കാശ്മീരിൽ ഫുൾ ബ്ലാക്ക് ഔട്ട്, മിസൈൽ ഇട്ടെന്നൊക്കെ കേൾക്കുന്നത് കറക്റ്റ് വിവരങ്ങൾ മുഴുവനായിട്ട് അറിഞ്ഞിട്ടില്ല. അത് പക്ഷെ ഉച്ചക്ക് ഏറ്റവും അതിസാഹസികമായ ഒരു തകർക്കൽ ഇന്ത്യ കൊടുത്തു. പാകിസ്ഥാന്റെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ചൈന കൊടുത്ത മിസൈലുകൾ ഇന്ത്യ നിർവീര്യമാക്കി. ഇന്ത്യയുടെ 15 സിറ്റികൾ ലക്ഷ്യം വെച്ചും സുവർണക്ഷേത്രം അടക്കം ലക്ഷ്യം വെച്ച് അയച്ച മിസൈലുകളായിരുന്നു പാകിസ്ഥാൻ. ആ മിസൈലുകളെ തകർത്തതാരാണോ S-400 സുദർശന ചക്ര മിസൈൽ. അതുപയോഗിച്ചാണ് സുദർശന ചക്ര മിസൈൽ ഭാരതത്തിന്റെ ഭഗവത്ഗീതയിലെ മഹാഭാരത യുദ്ധത്തിലെ സുദർശന ചക്രം നിങ്ങൾ കേട്ടിരിക്കും. അതുപോലെ സുദർശന മന്ത്രം, ശത്രുക്കളെ ഭസ്മമാക്കി കളയാൻ പറ്റുന്ന സുദർശന മന്ത്രം തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട കാലഘട്ടമാണ് നമ്മളെ. അപ്പോൾ സുദർശന ചക്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിന്റെ കയ്യിലുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രം. മന്ത്രം എന്താണെന്നൊന്ന് ചെറുതായിട്ട് പറഞ്ഞു നോക്കാം അല്ലെ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരംപുരുഷായ പരമോന്നനെ പരകർമ്മയന്ത്ര മന്ത്ര ഔഷധ സംഹര സംവര മൃത്യു മോജേ മോജേ നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്തേ ജ്വാല പരീതായ സർവാദിശോഭഗണരായ ബ്രഹ്മണേ പരജ്യോതിഷ്യം ഫട്ട് അരുണവരുണ ചക്രം ഭാസ്കരലക്ഷ്മി ചക്രം ഗിരിവരകുല ചക്രം കേശവ സ്വാമി ചക്രം അസുര ദഹന ചക്രം കാലദണ്ഡാരി ചക്രം ഭവദ്ഭർ ചക്രം പശുമ വിഷ്ണു ചക്രം. അപ്പോ വിഷ്ണുവിനെ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ആ ശക്തി എല്ലാം കൊണ്ടും ഉൾക്കൊണ്ട വിഷ്ണു ഭഗവാന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മന്ത്രമാണ് സുദർശന മന്ത്രം. സുദർശന മന്ത്രം ശത്രുക്കളെ നിർവീര്യമാക്കാൻ ഇന്ന് സുദർശന ചക്ര മിസൈൽ യൂസ് ചെയ്ത് നമ്മൾ പാകിസ്ഥാന്റെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള മിസൈലുകൾ തകർത്തു. ചൈന സമ്മാനിച്ച മിസൈലുകളാണ് നമ്മൾ തകർത്തത് എന്ന് ഓർക്കണം. അപ്പൊ ഭാരതം എന്നെന്നും നിൽക്കും. ഭാരതം എന്നാൽ ഭഗവാന്റെ വെളിച്ചം രമിക്കുന്ന രാഷ്ട്രം. ആ രാഷ്ട്രത്തിന്റെ വിളക്ക് കെടുത്താനോ ഭാരതത്തിലെ സ്ത്രീത്വത്തിന്റെ സിന്ദൂര മായ്ക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല. അത് ചെയ്തവർക്ക്, ഇതുവരെ ചെയ്തിട്ടുള്ളവർക്ക് അതിനുള്ള തക്ക മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നേതാക്കൾ കയ്യിലാണ് ഭാരതം ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു യുദ്ധം വന്ന് എല്ലാത്തിലേക്കും വിഷമിച്ചും ഒക്കെ ഇരിക്കണ നമ്മളെ കുറച്ച് ആൾക്കാരുണ്ട്. പാകിസ്ഥാനിലെ പ്രഖ്യാപിച്ച ഇന്ത്യനോട് ദേഷ്യം പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് സഹതാപം മാത്രം പറഞ്ഞ് ഈ സുദർശന മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നന്ദി, നമസ്കാരം.